പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോ മലയിലെ പ്രസംഗത്തിന്റെ സമയത്ത് ജനക്കൂട്ടത്തെ ഉദ്ബോധിപ്പിക്കുന്ന ചില രംഗങ്ങളാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. നമ്മൾ അഷ്ട സൗഭാഗ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഇങ്ങനെ ഈശോ അനുദിന ജീവിത യാഥാർത്ഥ്യത്തിൽ കണ്ടുമുട്ടുന്നവരോട് നാം എന്ത് പ്രവർത്തിക്കുന്നു അത് നമുക്ക് തിരികെ ലഭിക്കുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളിലേക്ക് അവനെ നയിക്കുന്ന ഈശോ പറയുന്നത് ഈ ലോകത്തിന്റെ സൗഭാഗ്യം മാത്രമല്ല, സ്വർഗരാജ്യത്തിന്റെ സമ്പത്ത് ഒരു ക്രിസ്ത്യാനി രൂപീകരിക്കുവാൻ വേണ്ടി അവനെ സഹായിക്കുന്ന ചില സൗഭാഗ്യങ്ങളാണ് ഈ 8 സൗഭാഗ്യങ്ങൾ. ഇവ ജീവിതത്തിൽ അനുവർത്തിക്കുമ്പോൾ ഭൂമിയിൽ ലഭിക്കുന്ന ഭൗതികമായ സൗഭാഗ്യങ്ങൾ മാത്രമല്ല, സ്വർഗത്തിന്റെ അനശ്വര സൗഭാഗ്യങ്ങൾ, അനശ്വരമായ സമ്പത്ത് കൂടി നമുക്ക് ലഭിക്കുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വചനം നമുക്ക് നൽകുന്നത്. ഈ 8 സൗഭാഗ്യങ്ങൾ ധ്യാന വിഷയമാക്കുമ്പോൾ ഈ 8 സൗഭാഗ്യങ്ങളുടെ അനുവർത്തനം അത് സ്വർഗത്തിലേക്ക് നമ്മളെ നയിക്കുമെന്ന് ചിന്തിക്കാം. കർത്താവേ, നീ നൽകുന്ന ഈ സൗഭാഗ്യങ്ങളെ ജീവിതചര്യയാക്കി മാറ്റുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപ ഈശോ നമുക്ക് നൽകട്ടെ. ആമേൻ. നിൻ വഴിയേ നടക്ക